പേരക്ക ബുക്സ് പ്രസിദ്ധീകരിച്ച നല്ല വിദ്യാർത്ഥിയാകാം, എങ്ങനെ നമുക്കൊരു നല്ല വിദ്യാർത്ഥിയാകാം എന്നൊരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള പേരക്ക ബുക്സ് പ്രസിദ്ധീകരിച്ച 400-ൽ പരം പുസ്തകങ്ങളിൽ ഞങ്ങളുടെ ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ് നല്ല വിദ്യാർത്ഥിയാകാം എന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 5ാം പതിപ്പാണിപ്പോൾ വിപണിയിലുള്ളത്. എന്നാൽ ഈ പുസ്തകം ഒരിക്കൽ പോലും ഒരു വേദിയിലും ഞങ്ങൾ പ്രകാശനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. കാരണം അതിൻ്റെ എഡിറ്റർ പ്രസാധകൻ തന്നെ ആയിട്ടുള്ള ഞാനായതുകൊണ്ട്, നമ്മുടെ ഒരു പുസ്തകമല്ലേ, അതുകൊണ്ട് പ്രകാശനത്തിന് വേണ്ടി ഒരു വേദി ഒരുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ നിരവധി ആളുകൾ ആ പുസ്തകം വാങ്ങുകയും വായിക്കുകയും സൂക്ഷിക്കുകയും ഞങ്ങളെ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് ഒരു കൈപുസ്തകമായി ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ് നല്ല വിദ്യാർത്ഥിയാകാം എന്ന പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് 22-ൽ പരം പ്രമുഖരായ വ്യക്തികൾ അവരെങ്ങനെ നല്ല വിദ്യാർത്ഥിയായി, അതല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാല അനുഭവം എന്തായി എന്ന് പുതിയ തലമുറക്ക് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് വ്യക്തിത്വങ്ങൾ, പത്മശ്രീ ആക്കിത്തമുണ്ട്, കെ ജയകുമാർ IAS ഉണ്ട്, അതുപോലെ PK പാറക്കടവ്, UA ഖാദർ, PK ഗോപി, കൽപ്പറ്റ നാരായണൻ, ഇങ്ങനെ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ, അതുപോലെ IAS തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഡോക്ടർ അദീല അബ്ദുള്ള, അനുപമ IAS, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുടെ ഒരു ചെറിയ കുറിപ്പുകളാണ്. എന്നാൽ വളരെ മഹത്തരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ എഡിറ്റർ ഞാനാണ്. അതുകൊണ്ട് പറയുകയല്ല, പക്ഷേ വായിച്ചവരെല്ലാം അത് വളരെ മനോഹരമായ പുസ്തകമാണെന്ന് ഞങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇവിടെയുണ്ട്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട KK രമ MLA അവറുകളാണ്. അവരെ മുഖവുരയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രിയപ്പെട്ട അസീസ് തരുവണ. നിങ്ങൾക്കറിയാം, എഴുത്തുകാരനാണ്. ഫറൂഖ് കോളേജ് മലയാളം വിഭാഗം മേധാവിയാണ്. ഏറെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹമാണ് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് NN സുരേന്ദ്രൻ മാഷാണ്. സുരേന്ദ്രൻ മാഷ് എൻ്റെ നാട്ടുകാരനാണ്. ദീർഘകാലം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ട വ്യക്തിയാണ്. നല്ലൊരു അധ്യാപകനാണ്. അതിലുപരി ഏറ്റവും താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. NN സുരേന്ദ്രൻ മാഷ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഇരിക്കുന്ന സുപ്രഭാതം ദിനപത്രത്തിൻ്റെ കോഴിക്കോട് ബ്യൂറോ ചീഫായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻസാർ മുഹമ്മദ് ഉണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട അസീസ് തരുവണ്ണ സാറിനെ ക്ഷണിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രകാശനത്തിന് ശേഷം അദ്ദേഹം സംസാരിക്കും. MLA KK രമ, ഹംസ ആലുങ്കൽ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം വാക്കുകൾക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അനുവദിച്ച സമയം എന്നത് 24 അരമണിക്കൂറോളമാണ്. അതിൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു നീണ്ട സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്നലെയാണ് ഹംസ ഈ പരിപാടിയെക്കുറിച്ച് എന്നോട് പറയുന്നത്. പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഉടനെ തന്നെ പരിപാടി സ്വീകരിച്ചു. അതിൻ്റെ ഒന്നാമത്തെ കാരണം, ഞാനൊരു അധ്യാപകനാണ്. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷനാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി, അധ്യാപകൻ, അധ്യാപനം എന്നൊക്കെയുള്ള വിഷയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ താല്പര്യമുള്ള വിഷയമാണ്. വിദ്യാഭ്യാസ ചിന്തകൾ എന്നൊരു പുസ്തകം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നല്ല
വിദ്യാർത്ഥിയാകാം എന്ന് പറയുമ്പോൾ നല്ല അധ്യാപകനാകേണ്ടത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അതേപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്തായിരിക്കണം എന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൽ ഒന്ന് മാത്രമാണ് ഒരു നല്ല വിദ്യാർത്ഥി എങ്ങനെ എന്നത്. കാരണം പഴയ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള സങ്കല്പമൊക്കെ മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത കാലത്ത് വന്ന ചേഞ്ച് കൊറോണയ്ക്ക് ശേഷമുള്ള വിദ്യാർത്ഥി തലമുറ എന്നത് പോലും ഒരു 2020 മുമ്പുള്ള വിദ്യാർത്ഥി സമൂഹമല്ല. അത്രയേറെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഓൺലൈൻ മീഡിയയുടെ സ്വാധീനം വർദ്ധിച്ചതോടുകൂടി ഇപ്പോൾ കോളേജിലേക്കൊക്കെ വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് കൊറോണാനന്തര തലമുറക്ക് വലിയൊരു പ്രശ്നം, അവർ ക്യാമ്പസിനെ കണ്ടത് സിനിമകളിലൂടെയാണ്. സിനിമയിലെ ക്യാമ്പസിൽ അടിയുണ്ട്, പിടിയുണ്ട്, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ പലപ്പോഴും അച്ചടക്കത്തോടെ ക്ലാസ്സിൽ വന്ന് പഠിച്ചു പോകുന്ന കുട്ടി എന്ന സങ്കല്പമൊക്കെ അവർക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം, കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം എന്ന രീതിയിൽ ഇന്ന് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ വന്ന ഒരു പുസ്തകമുണ്ട്, ആപ്പർ ജനറേഷൻ എന്ന് പറയുന്നൊരു പുസ്തകം. നമ്മുടെ ആപ്ലിക്കേഷൻ എന്നതാണ്, നമ്മുടെ മൊബൈലിലുള്ള ഐക്കണുകൾ. ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ നമുക്ക് മൊബൈലിൽ അവരുപയോഗിക്കുന്ന ഐക്കണുകൾ വെച്ചുകൊണ്ട് വിലയിരുത്താൻ പറ്റും എന്ന് പറയുന്നൊരു പഠനം. ഈ രീതിയിലുള്ള പുതിയ ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, കാരണം ഇത് മണിക്കൂറുകളോളം സംസാരിക്കാൻ പറ്റുന്നൊരു വിഷയമാണ്. ഒറ്റൊരു കാര്യം പറയാം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നല്ല ഗുരുക്കന്മാരെ തേടിപ്പോകുന്നത് പോലെ ഗുരുക്കന്മാർ നല്ല വിദ്യാർത്ഥികളെ തേടിപ്പോകുന്ന ഒരു പതിവുണ്ട് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലക്ക് നമ്മൾ എപ്പോഴും കാത്തിരിക്കുന്നത് ഈ നല്ല വിദ്യാർത്ഥി ആര് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് മുമ്പ് കാലത്ത് പറഞ്ഞിരുന്ന ഒരു കൺസെപ്റ്റിൽ പോലുമല്ല നമ്മൾ കാണുന്നത്. ചോദ്യം ചോദിക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥി എന്ന അർത്ഥത്തിലല്ല ഇപ്പം നമ്മൾ നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത്. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയുന്ന ഒരു പുതിയ തലമുറയാണ് വിദ്യാഭ്യാസത്തിലൂടെ വാർത്തെടുക്കേണ്ടത് എന്ന് പറയാറുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയാറുള്ളത് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. വ്യക്തിയുടെ സമഗ്ര വികാസം എന്നതാണ്. ശാരീരികവും മാനസികവും ആത്മീയവും കായികവും ഒക്കെ ആയിട്ടുള്ള വികാസം. അത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലും വികാസം പ്രാപിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ വിജയിക്കേണ്ട എല്ലാ അർത്ഥത്തിലും അതിന് അനുഗുണമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഒരു നല്ല വിദ്യാർത്ഥി ഉണ്ടായിത്തീരുന്നത്. അല്ലാതെ വീട്ടിലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് വരുന്ന കുട്ടികൾ നല്ലതും ഇന്ന സാഹചര്യത്തിന് വരുന്ന ചീത്ത എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നമ്മുടെ പഴയ ഫ്യൂഡൽ കൺസെപ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുക എന്നതാണ് എൻ്റെ കടമ. ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്ത് കഴിഞ്ഞു കെ രമ. അവർ നിങ്ങളോട് സംസാരിക്കും. അതിനുവേണ്ടി കെ രമയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അസീസ് മാഷ്, പുസ്തകം എഡിറ്റ് ചെയ്ത ഹംസ ആലുങ്ങൽ, പുസ്തകം സ്വീകരിച്ച ഈന്ദ്രൻ മാഷ്, മറ്റ് വേദിയിലുള്ളവർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തെ സംബന്ധിച്ച് അവിചാരിതമായിട്ട് എന്നിലെത്തുന്നത്. പക്ഷേ നേരത്തെ അസീസ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തെ പറ്റി കേട്ടപ്പോൾ, ഇതിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഇതിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. പേര് മാത്രമല്ല, അതിൽ മറ്റൊരു പ്രത്യേകത നമ്മുടെ ഹംസാലുങ്കലിൻ്റെ വളരെ നന്നായി എഴുതുകയും ഇപ്പോൾ സുപ്രഭാതം പത്രത്തിൽ എഡിറ്ററായിരിക്കുകയും നേരത്തെ മാധ്യമത്തിലുണ്ടാവുകയും അങ്ങനെ നിരവധി പുസ്തകങ്ങളും നിരവധി അവാർഡുകളുമൊക്കെ വാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഒരിക്കലും തൻ്റെ പേര് അടയാളപ്പെടുത്താനോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതും ഹംസയെ വ്യത്യസ്തനാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു എങ്ങനെ ഒരു നല്ല വിദ്യാർത്ഥിയാകാം എന്ന പുസ്തകത്തിൻ്റെ 5ാം പതിപ്പാണിത്. ഈ പുസ്തകം ഇതുവരെ പ്രകാശനം ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണവും അതുതന്നെ. 5ാം പതിപ്പ് ഒരു പുസ്തകം ഇറങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു പബ്ലിസിറ്റിയും അത് ആളുകൾ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയും കൂടി ഉദാഹരണമാണത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഇതിൽ നിർബന്ധമായും പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് എത്തിയത്.
എന്തായാലും വളരെ സന്തോഷം എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ. ഈ ഒരു പുസ്തകം വളരെ സന്തോഷത്തോടു കൂടി വായനക്കാർക്ക് വേണ്ടി ഇത് നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കുന്ന വായനക്കാർക്ക് സമർപ്പിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ പുസ്തകം എന്ന് പറയുന്നത് നിരവധി പ്രമുഖരായ എഴുത്തുകാരുടെ, സാഹിത്യകാരന്മാരുടെ, ഈ IAS ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിച്ച അതിന് പരിചയം പ്രശസ്തരായ ആളുകളുടെയൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുസ്തകം പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വിദ്യാർത്ഥികളോടുള്ള കുറേ ഉപദേശങ്ങളും വിദ്യാർത്ഥികൾ എങ്ങനെ സമൂഹത്തിൽ ഏറ്റവും നല്ലവരായി മാറണം എന്നതുമേ. അപ്പോൾ ഒരു നല്ല വിദ്യാർത്ഥിയാകാം. നമുക്ക് വിദ്യാർത്ഥികളെ നല്ല വിദ്യാർത്ഥികൾ, ചീത്ത വിദ്യാർത്ഥികൾ എന്ന് തരംതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ നല്ല വിദ്യാർത്ഥികൾ ഒരു വിഭാഗവും മോശം വിദ്യാർത്ഥികൾ മറ്റൊരു വിഭാഗവുമായി മാറുന്നുണ്ടെങ്കിൽ അത് അവരെ വളർത്തിയെടുക്കുന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ കുറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്, അവരുടെയൊക്കെ പ്രേരണകൾ കൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക് മാറുന്നത്. ഒരു വിദ്യാർത്ഥിയെ നല്ല കുട്ടിയായിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ അത് അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയുണ്ട്, 100% മാർക്ക് നേടി ഫുൾ A+ നേടി മികച്ച ഡോക്ടറോ എൻജിനീയറോ ആയി മാറിയതുകൊണ്ട് അവർ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിയായി മാറി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഒരു നല്ല വിദ്യാർത്ഥിയായി വിദ്യാർത്ഥികൾ മരണാവസാനം വരെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്നത് മാത്രമല്ല വിദ്യാർത്ഥികൾ എന്ന്, നമ്മളെല്ലാം വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ മേഖലകളെ സംബന്ധിച്ച്, പുതിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഓരോ ദിവസവും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളെ പറഞ്ഞു തരുന്ന ആളുകളൊക്കെ നമ്മുടെ അധ്യാപകരും കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കുട്ടിയെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഒരു വിദ്യാർത്ഥി എന്നതിൽ ഏറ്റവും പ്രധാനം. അതാണ് ഒരു മനുഷ്യനാക്കി നിങ്ങൾ ആ കുട്ടിയെ മാറ്റാൻ സാധിക്കുമോ? സഹജീവികളോട് സ്നേഹവും കരുണയും ആർദ്രതയുമൊക്കെയുള്ള മനസ്സിനുടമകളാക്കി നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവരെ ആ തരത്തിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ, ആ അനുകമ്പ അവരിൽ ഉണ്ടാക്കുമ്പോൾ, ആ സ്നേഹം അവരിൽ ഉണ്ടാക്കുമ്പോഴാണ് അവർ ഒരു മനുഷ്യനായിട്ട് മാറുക. ആ മനുഷ്യനാക്കി മാറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ നിറവ് ചെയ്യേണ്ടത് അധ്യാപകരാണ്. ആ അധ്യാപകരാണ് നമുക്ക് ഏറ്റവും നല്ല അധ്യാപകർ എന്നും പറയാൻ സാധിക്കുക. അതാണ് ഞാൻ പറയുന്നത്. 100% മാർക്ക് നേടി ഫുൾ A+ നേടിയത് കൊണ്ട് ആ കുട്ടി ഒരിക്കലും നല്ല മനുഷ്യൻ എന്ന് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു റോഡിൽ ഒരാൾ വീട് കിടക്കുമ്പോൾ അയാളെ ഓടിപ്പോയി അത് എന്താണെന്ന് നോക്കാനും അയാളെ ഓടി ഹോസ്പിറ്റലിൽ എത്തിക്കാനുമുള്ള ഒരു മനസ്സ് ഒരു കുട്ടിക്ക്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുമോ, എപ്പോഴുണ്ടാകുന്നോ ആ സമയത്താണ് അവർ ഒരു നല്ല വിദ്യാർത്ഥിയായി മാറുന്നത്. അത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വായനക്കാർക്ക് ഒരു നല്ല അനുഭവമാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ഉൾപ്പെടെ അവരെ എങ്ങനെ നമ്മുടെ ചുറ്റുപാടിനെ നോക്കിക്കാണുന്നു, അവരിലേക്ക് എങ്ങനെയാണ് ഇത്തരം ചിന്തകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് അറിയാൻ, അതിലൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും കൂടി ഈ പുസ്തകം സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വായനക്കാർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കും. ആ അനുഭവത്തെ നിങ്ങൾ ഈ പുസ്തകം വായിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഇത്തരം എഴുത്തുകാർക്ക് കൂടി നല്ല അവസരങ്ങൾ കൊടുക്കണം. ഇപ്പോൾ നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 2ാം എഡിഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ എഡിഷനും വളരെ വിജയകരമായി പൂർത്തിയാക്കി. 2ാം എഡിഷനും നമുക്ക് വലിയ ബാഹുല്യം കൊണ്ട്, വൈവിധ്യം കൊണ്ട് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇത് നിൽക്കുകയാണ്. പക്ഷേ അതോടൊപ്പം ചില പ്രസാധകർക്ക് വലിയ പ്രയാസങ്ങൾ കൂടി നേരിടുന്നുണ്ട് എന്ന് അവർ പലരും നമ്മളോട് വ്യക്തിപരമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അവരുടെ ഇത്തരത്തിൽ 7 ദിവസം സ്റ്റാളുകൾ തുറന്നു വെക്കുകയും അവരുടെ പുസ്തകങ്ങൾ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന പ്രയാസം പല പ്രസാധകരും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, ഇതിൻ്റെ അധികാരികൾ തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിലെടുക്കുകയും അടുത്ത
വർഷം ഈ ഒരു പ്രയാസമില്ലാതെ ഇത്തരത്തിൽ ഈ പ്രസാധകർക്ക് അവരുടെ സങ്കടങ്ങളില്ലാതെ ഈ പുസ്തക ചടങ്ങ്, ഈ പുസ്തക മേള അതിഗംഭീരമാക്കി നടത്തുന്നതിനുള്ള പ്രേരണയുകൂടിമായി ഇത് മാറണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇത് നമ്മുടെ വായനക്കാർക്ക് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാന്യരെ, നമ്മുടെ അധ്യക്ഷനും പുസ്തകം പ്രകാശനം ചെയ്ത കെ രമ MLAയും സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തക പ്രകാശനം പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമായിട്ട് തോന്നി. വളരെ സന്തോഷത്തോടു കൂടിയാണ് പുസ്തകം ഏറ്റുവാങ്ങാൻ ഞാൻ സമ്മതിച്ചു. ഹംസാലിങ്കൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ഇവിടെ നേരത്തെ MLA പറഞ്ഞതുപോലെ നല്ലൊരു എഴുത്തുകാരനാണ്. ഒട്ടേറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ നല്ല ഒരു പത്രപ്രവർത്തകൻ, നോവലിസ്റ്റ്, എല്ലാ മേഖലകളിൽ, എഴുത്തിൻ്റെ എല്ലാ മേഖലയും, എനിക്ക് തോന്നുന്നു കവിത ഒഴികെ ബാക്കി എല്ലാ മേഖലയും കൈവച്ചിട്ടുള്ള ആളാണ്. അതിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 10-25ഓളം പുസ്തകങ്ങൾ സ്വന്തമായിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമായതുകൊണ്ട് തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിൽ ഒരു മനുഷ്യന് പല ജന്മം ഉണ്ടാവുമല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ പഠനവും അധ്യാപനവുമൊക്കെ ആയി ബന്ധപ്പെട്ട ആളായിരുന്നു. അത് കഴിഞ്ഞ ജന്മം എന്ന റിട്ടയർമെൻറ്റ് പീരീഡ് വരെ വിരമിച്ച കാലം കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു ജന്മമാണിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സാംസ്കാരിക പ്രവർത്തകനായിട്ടും ഒരു എഴുത്തുകാരനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ജന്മത്തെ ചില കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പഠനത്തെക്കുറിച്ച് ദൈക്ഷണികമായിട്ടും ഒന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയവുമില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. എന്നാലും കുട്ടികളെ സംബന്ധിച്ച് പഠനമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ LP, UP, ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം പഠനം എന്ന് പറയുന്നത് അവർക്ക് കടുക്ക കഷായം കുടിക്കുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് അവർക്ക് കിട്ടുന്നത്. അതിൽ പാൽപ്പായസം നുകരുന്ന ആസ്വാദ്യതയോടുകൂടി അവർക്ക് പഠനത്തെ സമീപിക്കാൻ കഴിയാത്ത സാഹചര്യം ആണ് പല കാരണങ്ങൾ കൊണ്ട് നിലവിലുള്ളത്. പുതിയ പാഠ്യപദ്ധതി വന്നപ്പം കുറച്ചൊക്കെ മാറ്റമുണ്ടായിരുന്നു. വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ചില പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയും. നല്ല വിദ്യാർത്ഥിയായാലും മോശം വിദ്യാർത്ഥിയായാലും അവർ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പക്ഷേ സിലബസിലുള്ള, കരിക്കുലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഒരു പക്ഷേ അവർക്ക് പ്രയാസം അനുഭവപ്പെടുന്നത്. അത് പഠന രീതിയിലുള്ള ചില പോരായ്മകളാണെന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുക്ക കഷായം കുടിക്കുന്ന പോലെയുള്ള അനുഭവമാകുന്നു കുട്ടികളെ സംബന്ധിച്ച്. അവർക്ക് ക്ലാസ് മുറികളിലെ പഠനം, അതിനു പുറമെയുള്ള ട്യൂഷൻ സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ, ഇതൊക്കെ അമിതമായ ഭാരം അവരിൽ അടിച്ചേൽപ്പിക്കുന്ന സംഗതിയാണ്. കുട്ടികളെക്കുറിച്ച് MM സജീന്ദ്രൻ മാഷ് പറഞ്ഞത് എങ്ങനെയാണ്? മുത്തശ്ശി കഥയില്ല, മാഞ്ചോട്ടിൽ കല്ലേറില്ല, പൂവില്ല, പൂപ്പാട്ടില്ല, പുഴവറ്റിയ കുട്ടിക്കാലം. മുത്തശ്ശി കഥയില്ല, മാഞ്ചോട്ടിൽ കല്ലേറില്ല, പൂവില്ല, പൂപ്പാട്ടില്ല, പുഴവറ്റിയ കുട്ടിക്കാലം. വറ്റിയ പുഴ പോലെയാണ് കുട്ടികളുടെ, കുഞ്ഞുങ്ങളുടെ മനസ്സ്. അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അധ്യാപകൻ്റെ ചുമതല. പക്ഷെ നിർഭാഗ്യവശാൽ അതിന് പലർക്കും കഴിയുന്നില്ല. പുതിയ പഠന സമീപനങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് അതിനെതിരായിട്ടുള്ള വാദങ്ങളാണ് സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. അത് പലപ്പോഴും നമ്മുടെ എഴുത്തുകാരും ചിന്തകരും ഒക്കെ തന്നെയാണ് ഇതിന് പലപ്പോഴും ഈ പുതിയ സമീപനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയാണ്. കളിയാണ്, പാട്ടാണ്, ആനകളിയാണ് എന്നൊക്കെ പറഞ്ഞ് DPP കാലത്ത് വന്ന പുതിയ പാഠ്യപദ്ധതിയെ
എല്ലാവരും കൂടി പറഞ്ഞ് തോൽപ്പിച്ച് ഒരു ഭാഗത്താക്കിയ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ വീണ്ടും അക്ഷരമാല പാഠപുസ്തകങ്ങളിൽ ഇല്ല എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് സാംസ്കാരിക നായകന്മാരടക്കം ഇപ്പോൾ അതും വന്നു. അക്ഷരമാല വന്നതുകൊണ്ട് കുട്ടികളെല്ലാം നന്നായി പഠിക്കും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, കഴിഞ്ഞ ജന്മത്ത് അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ പഠന സമീപനം എന്നുള്ള രീതിയിൽ ആശയാവരണ രീതിക്ക് ഉള്ള കുഴപ്പങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ സാംസ്കാരിക നായകന്മാരൊക്കെ പറയും. യഥാർത്ഥത്തിൽ എന്താണത് എന്നറിയാതെ ആണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നോട് തന്നെ പല അധ്യാപകരും ചോദിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ അക്ഷരാവരണ രീതിയിലല്ലേ പഠിച്ചത്, നമുക്കെന്താ കുഴപ്പം പറ്റിയത്, അങ്ങനെ പഠിച്ചാൽ എന്താ അപകടം, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അപകടമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് പറഞ്ഞു കൊടുക്കാൻ സാംസ്കാരിക നായകന്മാരെ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇതിൻ്റെ വക്താക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരമാർത്ഥം കൂടിയുണ്ട്. നിങ്ങളുടെ മനസ്സിലും ഇപ്പം വരുന്നത് അക്ഷരാവരണ രീതിക്ക്, പലരുടെയും മനസ്സിൽ അക്ഷരാവരണ രീതിക്ക് അനുകൂലമായ ചിന്തയാണ്. ഏതായാലും ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ആശയാവരണ രീതിയിലൂടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ആശയ സ്വീകരണ തലമുണ്ട്. അതിന് വെർണിക്ക എന്നാണ് പറയുക. പ്രകടനതലം ബ്രോക്കയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് ആശയപ്രകടനത്തിനുള്ള കഴിവുണ്ടാകുക. ഭാഷ കൈകാര്യം ചെയ്യാനും ആശയവിനിമയത്തിന് വേണ്ടിയാണല്ലോ ഭാഷ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിർബന്ധിതമായിട്ട് ഇങ്ങനെ അക്ഷരങ്ങൾ ഓരോന്ന് പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഈ 2 തലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനും നമ്മുടെ ഏതൊരു പ്രക്രിയയ്ക്കും ആവശ്യമായ മാനസികോർജം അത് ഒരുപാട് ചെലവഴിക്കപ്പെടും. പഴയ രീതിയിലാണെങ്കിൽ മാനസികോർജം അമിതമായി ചെലവഴിക്കപ്പെടുകയും കുട്ടി തളരുകയും ക്ഷീണിതനാകുകയും പിന്നൊന്നും ചെയ്യാൻ കഴിയാതെ വരും. പുതിയ രീതിയിലാണെങ്കിൽ ഈ മാനസികോർജം ഒരുപാട് സംരക്ഷിക്കപ്പെടുകയും ആ സംരക്ഷിക്കപ്പെടുന്ന മാനസികോർജം ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം എന്നതാണ് ശാസ്ത്രീയമായിട്ട് പുതിയ രീതിയുടെ ഒരു നേട്ടം അല്ലെങ്കിൽ മേന്മയായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികൾ പുതിയ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അവർ സംരക്ഷിക്കപ്പെടുന്ന മാനസികോർജം ഉപയോഗിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാൻ പറ്റും. നമ്മുടെ ബുദ്ധിക്ക് 9 തലങ്ങൾ, ബുദ്ധിക്ക് 9 തലങ്ങളുണ്ട്. സംഗീതപരമായ ബുദ്ധിയുണ്ട്, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്, ലാംഗ്വേജ് അങ്ങനെ 9 തലങ്ങളുണ്ട്. ഇതെല്ലാം വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രക്രിയകൾ യഥാർത്ഥത്തിൽ നടക്കുന്നില്ല. അത് നടത്തുമ്പോഴാണ് യഥാർത്ഥ പഠനം നടക്കുന്നത്. നമുക്കറിയാം, കോഴി എന്നുള്ള കടമ്മനിട്ടയുടെ കവിതയിൽ അത് പഠിപ്പിക്കുകയാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ശരിക്കും അതിൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്, ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ, കൊക്കിനുള്ളിലുടക്കിയതെന്തേ കൊത്തി വിഴുങ്ങിയ മുള്ളോ. എന്നിട്ട് അവസാനം പറയും, കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ, എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട, നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വന്തം ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ ആക്കുന്നതിന് വേണ്ടി. പിന്നീട് അവസാനം പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ എല്ലാ വരികളിലൂടെ പോകുന്നില്ല. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. അങ്ങനെ ഒരു 3ാം കണ്ണ്, ഒരു അണയാത്ത കണ്ണ് കുട്ടികളിൽ തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പഠന രീതിയാണ് നാം അവലംബിക്കേണ്ടത്. അത് സഹായിക്കുന്ന ഈ ഗ്രന്ഥം രചിച്ച നമ്മുടെ സുഹൃത്ത് ഹംസ ആലിങ്കലിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാൻ നിവൃത്തിയില്ല. എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഈ പുസ്തകമേളയിലും ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പേരക്ക ബുക്സിൻ്റെ ഒരു പുസ്തകമാണ്.
കൂടുതൽ ആളുകൾ തിരക്ക് കൂട്ടാതെ പേരക്ക സ്റ്റാളിൽ വന്നാൽ കുറച്ച് കോപ്പികൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പികൾ സ്വന്തമാക്കാം. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പേരക്ക ബുക്സിൻ്റെ പേരിലും ഇവിടെ ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.